സ്വാഗതം. മലയാളം വാർത്താ റേഡിയോ അവതരിപ്പിക്കുന്നത് ജനറൽ പത്രം തൃശൂർ. ഇന്ന് 2021 ജനുവരി 12. വാർത്തകൾ വായിക്കുന്നത് അബിത റോസ്റ്റോ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കോവിഡ് വാക്സിൻ ആദ്യ ബാച്ച് കേരളത്തിന് 4.35 ലക്ഷം ഡോസ്. ന്യൂഡൽഹി. രാജ്യത്തെ 16 കേന്ദ്രങ്ങളിലേക്ക് ശീതീകരിച്ച ട്രക്കുകളിൽ കോവിഡ് വാക്സിൻ പൂനെയിൽ നിന്ന് പുറപ്പെട്ടു. താപനില ക്രമീകരിച്ച ട്രക്കുകളിലാണ് വാക്സിൻ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയത്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൂജ നടത്തിയ ശേഷമാണ് പുറപ്പെട്ടത്. ഡൽഹി, ചെന്നൈ, ബംഗളൂരു, ഗുവാഹത്തി ഉൾപ്പെടെ 13 കേന്ദ്രങ്ങളിലെത്തിക്കും. കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ വിമാനമാർഗം വാക്സിൻ എത്തിക്കും. കേരളത്തിനുള്ള കോവിഡ് വാക്സിൻ ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കോവിഷീൽഡ് ആയിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു. കേരളത്തിന് ആദ്യ ബാച്ചിൽ 4,35,500 ഡോസ് വാക്സിൻ ലഭിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തമിഴ്നാടിന് 5.4 ലക്ഷം ഡോസ് കിട്ടും. മകനെ പീഡിപ്പിച്ച കേസ്. രണ്ടാം വിവാഹം നിയമപരമല്ല, വാദം പൊളിയുന്നു. തിരുവനന്തപുരം. 13-കാരനായ മകനെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ നിർണായക വഴിത്തിരിവ്. വിവാഹമോചനം നേടാതെയുള്ള രണ്ടാം വിവാഹത്തെ എതിർത്തതിന്റെ വൈരാഗ്യത്തിൽ ഭർത്താവ് കെട്ടിച്ചമച്ചതാണ് പീഡനക്കേസെന്ന യുവതിയുടെ കുടുംബത്തിന്റെ പരാതിയെ സാധൂകരിക്കുന്ന തെളിവുകൾ പുറത്തുവന്നു. UDF തിരിച്ചുവരും. ചെന്നിത്തല. തിരുവനന്തപുരം. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ഉണ്ടാകില്ലെന്നും UDF അധികാരത്തിൽ തിരിച്ചു വരുമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയ് സാധ്യതയ്ക്ക് മുൻതൂക്കം നൽകും. യുവാക്കൾ, വനിതകൾ, ജനപ്രീതിയുള്ളവർ സ്ഥാനാർത്ഥികളായി ഉണ്ടാകുമെന്നും ചെന്നിത്തല പറഞ്ഞു. ഭീകരരാജ്യങ്ങളുടെ പട്ടികയിൽ ക്യൂബയ്ക്ക് വീണ്ടും പൂട്ടിട്ട് ട്രംപ്. വാഷിംഗ്ടൺ. അധികാര കൈമാറ്റത്തിന് തൊട്ടുമുമ്പ് ക്യൂബയെ വീണ്ടും ഭീകരരാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ് സർക്കാർ. പാശ്ചാത്യ ലോകത്ത് ഭീകരതയെ പിന്തുണയ്ക്കുകയാണ് ക്യൂബയെന്നും ഇത് അവസാനിപ്പിക്കാൻ തയ്യാറാവണമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ പറഞ്ഞു. രാജ്യാന്തര ഭീകരതയ്ക്കുള്ള പിന്തുണയും US-നെ അട്ടിമറിക്കുന്നതും ക്യൂബ അവസാനിപ്പിക്കണമെന്നും പോംപിയോ പ്രസ്താവനയിൽ അറിയിച്ചു. വിലക്ക് നീക്കില്ലെന്ന് ഫേസ്ബുക്ക്. വാഷിംഗ്ടൺ. അമേരിക്കൻ ഡൊണാൾഡ് ട്രംപിന്റെ ഫേസ്ബുക്കിലുള്ള ബാൻ നീക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഫേസ്ബുക്ക്. സമൂഹമാധ്യമമായ ഫേസ്ബുക്കിന്റെ ചുമതലയിലെ 2ാം സ്ഥാനത്തുള്ള ഷെറിൻ സാൻഡ്സ്ബർഗാണ് ഇക്കാര്യം തിങ്കളാഴ്ച വ്യക്തമാക്കിയത്. അനിശ്ചിതകാലത്തേക്കാണ് വിലക്കുള്ളത്. ആ വിലക്ക് നീക്കാനുള്ള ഉദ്ദേശമില്ലെന്നും അവർ വിശദമാക്കി. ഉത്തരം മുട്ടിയപ്പോൾ പതിവ് ശൈലി തുടർന്നു പിണറായി. തിരുവനന്തപുരം. നിയമസഭയിൽ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഴിമതിയിൽ മുങ്ങിയവരാണ് അഴിമതി തൊട്ടു തീണ്ടാത്തവരെ അഴിമതിക്കാർ എന്ന് വിളിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരണത്തടിയേറ്റവരാണ് പ്രതിപക്ഷത്തിരിക്കുന്നത്. ഭരിച്ചപ്പോൾ എന്തൊക്കെ അഴിമതി നടത്തിയെന്ന് എല്ലാവർക്കും അറിയാം. ജനങ്ങളുടെ ഓർമ്മശക്തി ചോദ്യം ചെയ്യരുത്. എല്ലാം മറന്നെന്ന് കരുതരുത്. ഏതെല്ലാം നിലയിലാണ് അഴിമതി നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്നും പിണറായി പറഞ്ഞു. മധ്യപ്രദേശിൽ വിധവയെ കൂട്ടബലാത്സംഗം ചെയ്തു. ഭോപ്പാൽ. മധ്യപ്രദേശിലെ സിധി ജില്ലയിൽ 45 വയസ്സുകാരിയെ വിധവയെ 4 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ചയായിരുന്നു അക്രമം നടന്നത്. കാർഷിക നിയമം തൽക്കാലം നടപ്പാക്കരുതെന്ന് സുപ്രീം കോടതി. ന്യൂഡൽഹി. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾ തൽക്കാലം നടപ്പാക്കരുതെന്ന് സുപ്രീം കോടതി. സമരം നേരിട്ട കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. കർഷക സമരങ്ങളുമായി ബന്ധപ്പെട്ട് ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെയുടെ നിരീക്ഷണം. കാർഷിക നിയമങ്ങൾ കേന്ദ്ര സർക്കാർ മരവിപ്പിക്കണമെന്ന് കോടതി പറഞ്ഞു. അല്ലെങ്കിൽ തങ്ങൾ അത് സ്റ്റേ ചെയ്യുമെന്നും ചീഫ് ജസ്റ്റിസ് വാക്കാൽ പറഞ്ഞു. അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസറെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം. തിരുവനന്തപുരം. കസ്റ്റംസിനെതിരെ സെക്രട്ടേറിയറ്റിലെ CPM അനുകൂല ഉദ്യോഗസ്ഥ സംഘടന അസിസ്റ്റന്റ് കമ്മീഷണർ ലാലുവിനെ പേരെടുത്തു പറഞ്ഞ് പരാമർശിക്കുന്ന ലഘുലേഖയാണ് സംസ്ഥാന സംഘടന പുറത്തിറക്കിയിരിക്കുന്നത്. വാളയാർ കേസ് CBIക്ക്. തിരുവനന്തപുരം. വാളയാർ കേസ് അന്വേഷണം CBIക്ക് വിട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയത്. മരിച്ച പെൺകുട്ടികളുടെ വീട്ടുകാരുടെ ആവശ്യം അംഗീകരിച്ചാണ് സർക്കാർ നടപടി. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ഉടൻ തന്നെ കേസ് CBIക്ക് കൈമാറാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കോവിഡ് വാക്സിനേഷൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. തൃശൂർ. കോവിഡ് വാക്സിനേഷന് മുന്നോടിയായി വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ജില്ലയിൽ കോവിഡ് വാക്സിനേഷൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. നടപടികൾ ഏകോപിപ്പിക്കുന്നതിനും വാക്സിൻ സംഭരിക്കൽ, സൂക്ഷിക്കൽ, വിതരണം എന്നിവയെക്കുറിച്ച് പൊതുധാരണ ഉണ്ടാക്കുന്നതിനുമാണ് ടാസ്ക് ഫോഴ്സിന്റെ ദൌത്യം. സംയോജിത ശിശു സംരക്ഷണ പദ്ധതി ജില്ലയിലേത് മികച്ച പ്രവർത്തനം. കുട്ടികളുടെ സുരക്ഷയും സമഗ്രമായ വികസനവും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ ആരംഭിച്ച സംയോജിത ശിശു സംരക്ഷണ പദ്ധതി തൃശൂർ ജില്ലയിൽ നടപ്പാക്കിയത് മികച്ച രീതിയിൽ. സംയോജിത ശിശു സംരക്ഷണ യൂണിറ്റാണ് ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് മലയാളം യൂണിക്കോഡിലുള്ള general.com അഥവാ general.net.in സന്ദർശിക്കുക.